കേരളത്തിലെ കേബിൾ ടി വി രംഗത്ത് ശ്രദ്ധേയമായ സാന്നിധ്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരള വിഷൻ വനിതാ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്ത് പ്രശസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീയെ ഒരിക്കൽ കൂടി അവരുടെ മഹത്വം സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണിത്. ആ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ജില്ലകളിൽ മത്സരങ്ങൾ നടത്തി മികച്ച നേട്ടമുണ്ടാക്കിയവരെ കണ്ടെത്തി അവരെ പൊതുസമൂഹത്തിന് മുമ്പിൽ ആദരിക്കുന്ന അതീവ മനോഹരമായ ഒരു ചടങ്ങിന് നാം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ സംസ്ഥാനതല പരിപാടിയിൽ സംസ്ഥാനതലത്തിലുള്ള വിജയികളെ ആദരിക്കുകയും ചെയ്യും. ഇത് അങ്ങേയറ്റം ആഹ്ലാദകരമായ ഒരു കാര്യമാണ്. ഇതിന് നേതൃത്വം നൽകിയ കേരള വിഷൻ സംഘാടകരെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയും ഏറെ അഭിമാനത്തോടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയുമാണ്. ഇവിടെ ആലോചിച്ചപ്പോൾ എന്തിനാണ് ഒരു ചാനൽ, കേബിൾ ചാനൽ ഇങ്ങനൊരു ഉദ്യമത്തിന് മുതിർന്നത്? സ്വാഗത പ്രാസംഗികൻ ശ്രീ ഗോവിന്ദൻ അത് സംബന്ധിച്ച് നമുക്കൊരു സംക്ഷിപ്ത രൂപം നൽകുകയുണ്ടായി. ആ രൂപത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു വലിയ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചത് എന്നാണ്. എന്താണ് ആ നയം? ഒരു നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള തികച്ചും നവീനമായ ഒരു സാമ്പത്തിക സംവിധാനത്തിന് വേണ്ടിയുള്ള സാമൂഹ്യ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള സാംസ്കാരിക പശ്ചാത്തലം വളർത്തിയെടുക്കുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. കുടുംബശ്രീ നമുക്കെല്ലാം അറിയുന്നത് പോലെ കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ മേഖലയിൽ കൈവരിച്ച നേട്ടം പ്രശംസനീയമാണ്. അതിൻ്റെ ഭാഗമായി സമൂഹത്തിൽ കഴിഞ്ഞ 10-15 വർഷക്കാലമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ അതിൻ്റെ അന്തസ്സത്തെ അനുസരിച്ച് ജനങ്ങളിലെത്തിക്കാൻ ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സ്ത്രീകളുടെ സാമ്പത്തിക പൊതു സാമൂഹ്യ ഘടനയിൽ മാറ്റമുണ്ടായിട്ട് എന്ന ജനറൽ ഒബ്സർവേഷനും അപ്പുറം, പൊതു നിരീക്ഷണത്തിനും അപ്പുറം അവരിലൂടെ നമ്മുടെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ ആഴവും പരപ്പും വൈപുല്യവും എന്താണ്? ഇത് സമൂഹം ചർച്ച ചെയ്യേണ്ട അനിവാര്യമായ ഒരു കാലത്താണ് നാം ജീവിച്ചിരിക്കുന്നത്. വലിയൊരു മാറ്റമാണ് നമ്മുടെ സാമൂഹ്യ മേഖലയിൽ വന്നിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ സാക്ഷരതാ പ്രസ്ഥാനം അതുണ്ടാക്കിയ സാമൂഹ്യ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനമോ ചലനങ്ങളോ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നടക്കുന്നില്ല. ചർച്ചകളൊക്കെ പോകുന്നത് താൽക്കാലിക ആയുസ്സുള്ള താൽക്കാലിക പ്രശ്നങ്ങളുടെ ഒരു ആഘോഷമായി നടക്കുകയാണ്. പിന്നീട് വന്നത് എന്താണ്? ജനകീയാസൂത്രണം.
ജനകീയ ആസൂത്രണം ഒരു ബദൽ പ്ലാനിംഗ് ആയിരുന്നു, ബദൽ സാമ്പത്തിക ശാസ്ത്രമായിരുന്നു. ഇവിടെ ഗോവിന്ദൻ ഉന്നയിച്ച ഒരു വാക്ക്, കോർപ്പറേറ്റുകളെ നിയന്ത്രിക്കാൻ, അവരുടെ കടിഞ്ഞാണില്ലാത്ത പോക്കിനെ പിടിച്ചു നിർത്താനുള്ള ഒരു ബദൽ വാർത്താ സംവിധാനമാണ്. ഇതുപോലെ തന്നെയാണ് കുത്തകവൽക്കരിക്കപ്പെട്ട സമ്പദ്ഘടനയെ തികച്ചും വികേന്ദ്രീകൃതവും ജനാധിപത്യവൽക്കരവുമായ മാർഗത്തിലൂടെ എത്തിക്കുക എന്ന ഒരു പുതിയ സാമ്പത്തിക ദർശനമോ സങ്കല്പമോ. എന്താണ് അതിലൂടെ സംഭവിച്ചത്? ഈ കുടുംബശ്രീ യൂണിറ്റുകളിലൂടെ സംഭവിച്ചത് എന്താണ്? പുതിയ സൂക്ഷ്മതല ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു, അത് മാർക്കറ്റ് ചെയ്യുന്നു എന്നതിനോടൊപ്പം അത് ഗ്രാമീണ ജനതയുടെ കൈകളിലൂടെ പണത്തിൻ്റെ കൈമാറ്റങ്ങൾ നടക്കുകയാണ്, ക്രയവിക്രയം നടക്കുകയാണ്. അതിനർത്ഥം നമ്മുടെ സമ്പത്ത് ഫലപ്രദമായ വിധത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ ജനങ്ങളുടെ ക്ഷേമൈശ്വര്യങ്ങൾ നടപ്പിലാക്കാൻ ആവശ്യമായ വിധത്തിൽ കേന്ദ്രീകൃത മൂലധനമായി മാറുന്നതിന് പകരം വികേന്ദ്രീകൃത സമ്പത്തായി മാറുന്നു എന്നതാണ് അതിൻ്റെ സവിശേഷത. ഇപ്പോഴെന്താണ്? വലിയ തോതിലുള്ള നിക്ഷേപങ്ങൾ, മൂലധന നിക്ഷേപങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഒരു 5000 കോടി രൂപയുടെ പ്രോജക്റ്റ് എന്ന് കരുതുക. ആ പ്രോജക്റ്റിൽ അതിൻ്റെ എത്ര ശതമാനമാണ് ഗ്രാമീണ ജനതയുടെ കൈകളിലൂടെ ഒഴുകിപ്പോകുന്നത്, പിടിച്ചു നിർത്തുന്നത്? 60-65% അങ്ങനെ പോകുന്നത്. എന്നാൽ ഈ മൈക്രോ യൂണിറ്റുകളിലൂടെ വിതരണം ചെയ്യപ്പെടുന്ന തുക ഏതാണ്? 90%, 92% അവിടെ സർക്കുലേറ്റ് ചെയ്യപ്പെടുകയും 7, 8, 6% തുക മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗിക്കപ്പെടുകയും ചെയ്യും. ഏതാണ് സമ്പത്തിൻ്റെ ജനകീയ അടിത്തറ ഉറപ്പിച്ചു നിർത്താൻ പര്യാപ്തമായ നയസമീപനം എന്നതാണ് ഇതിലൂടെ കേരളം കാണിച്ചു കൊടുക്കാൻ ആഗ്രഹിച്ചത്. പിന്നീടാണ് നമ്മൾ അടിസ്ഥാന വികസന മേഖലയിലേക്ക് നീങ്ങിയത്. ഗ്രാമപഞ്ചായത്തുകളെ ശാക്തീകരിക്കുക. പദ്ധതി ചെലവിൻ്റെ 28% ഗ്രാമപഞ്ചായത്തുകൾക്കാണ്. ഗ്രാമീണ റോഡുകൾ, കുളങ്ങൾ, മറ്റു തരത്തിലുള്ള ആനുകൂല്യങ്ങൾ, ഈ പണമൊക്കെ ചെലവഴിക്കപ്പെടുന്നത് എവിടെയാണ്? ഇങ്ങനെ ഗ്രാമതലത്തിലുള്ള നമ്മുടെ സമ്പദ്ഘടന കരുത്തുള്ള സമ്പദ്ഘടനയായി നിർത്താൻ മഹനീയമായ ഒരു പങ്ക് വഹിച്ച അപൂർവം ജനകീയ ശക്തികളിൽ ഒന്നാണ് കുടുംബശ്രീ യൂണിറ്റ്. ഇത് ഒരു ബദൽ സാമ്പത്തിക നയമാണ്. ഉദാരവൽക്കരണത്തിൻ്റെയും മറ്റും പശ്ചാത്തലത്തിൽ നമ്മുടെ സമ്പദ്ഘടനയ്ക്കുണ്ടായ മാറ്റവും നോട്ട് നിരോധനം മൂലം നമുക്കുണ്ടായിട്ടുള്ള വെല്ലുവിളിയും നേരിട്ടുകൊണ്ട് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലെ ജനങ്ങളെക്കാൾ സാമാന്യം സുരക്ഷിതമായി സമ്പദ്ഘടനയെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൈക്രോ ലെവൽ യൂണിറ്റുകളുടെ പ്രവർത്തന ഫലമായി മണി സർക്കുലേഷൻ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ നിന്നതുകൊണ്ടാണ്. ഇപ്പോഴും നമ്മുടെ സമ്പദ്ഘടന, സാമ്പത്തിക സ്ഥിതി തൃപ്തികരമല്ല എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ആ ഘട്ടത്തിലും സംസ്ഥാനത്തിൻ്റെ തനതായ സാമ്പത്തിക വളർച്ച 77,000 കോടി രൂപയിലേക്ക് എത്തിക്കാൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സാമ്പത്തിക ഉപരോധം നമ്മുടെ ഏർപ്പെടുത്തി പ്രയാസപ്പെടുന്നുണ്ടെങ്കിലും ഇവിടെ നാട്ടിൻ പുറത്തെ ജനങ്ങൾക്ക് വാങ്ങൽ ശേഷി തളരാതെ കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞത് ഈ ബദൽ നയങ്ങളുടെ ആകെ ഫലമായിട്ടാണ്. അതുകൊണ്ട് തന്നെ കേരളം ബദൽ നയങ്ങളിലേക്ക് പോകുന്നതിൻ്റെ മുന്നോടിയായി പരീക്ഷണാർത്ഥം സംഘടിപ്പിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു കുടുംബശ്രീ പ്രസ്ഥാനം. അത് ലക്ഷ്യം പൂർത്തീകരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ നിങ്ങൾ സ്ത്രീ ശാക്തീകരണം എന്ന വാക്കിലൂടെ അവർക്ക് സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടാക്കിയെടുക്കുക എന്ന നിലപാടിനുമപ്പുറം ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്ക് ഒരു പുതിയ സാമ്പത്തിക ബദൽ നയത്തിൻ്റെ വക്താക്കളും പ്രയോക്താക്കളുമായി മാറുന്നുവെന്നതാണ് ഇതിൻ്റെ സവിശേഷത.
ഈ സവിശേഷതകളെ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം ഒരു ജനകീയ പ്രസ്ഥാനമായ കേരള വിഷൻ കേബിൾ യൂണിറ്റ് ഈ രൂപത്തിലൊരു പരിപാടിക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത്. അവിടെയും വാർത്താ മാധ്യമങ്ങളുടെ കുത്തകയായി നമ്മുടെ സംസ്ഥാനത്തും ദേശീയ തലത്തിലും ഒരു പ്രത്യേക രീതിയിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകാൻ നടത്തുന്ന കുൽസിത ശ്രമങ്ങളോടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി കൂടിയാണ് ഇത്തരം ചാനലുകളുടെ നിലനിൽപ്പും വളർച്ചയും നാം നോക്കിക്കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ട്. ഏത് തോന്നലാണ് ഞങ്ങൾക്കെല്ലാവർക്കുമുള്ളത്. അത്തരമൊരു നൂതന സംരംഭത്തിന് തയ്യാറായി മുന്നോട്ട് വന്ന കേരള വിഷന്റെ ഭാരവാഹികളെയും അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നവരെയും നല്ല അപേക്ഷകൾ സമർപ്പിച്ച് മത്സരാധിഷ്ഠിതമായ രൂപത്തിൽ മുന്നോട്ട് വന്ന് അവാർഡിന് അർഹരായ കുടുംബശ്രീ യൂണിറ്റുകളെയും അങ്ങേയറ്റം അഭിമാനത്തോടെ അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. വാക്കുകൾക്ക് നന്ദി അറിയിക്കുകയാണ്. QT ദ ബ്യൂട്ടീസ് ഓഫ് പ്രസൻസ് കേരള വിഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് 2025